നിയമക്കുരുക്ക് മറികടക്കാൻ അടിയന്തര നീക്കവുമായി എ.വി. ഗോപിനാഥ് വീണ്ടും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ 6 മണിക്ക് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ എം.ജി. രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് എ.വി. ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച അതിരാവിലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി. മനോജ് ബി. നായർ, എം.യു. ഷിനിജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 8-ന് എ.വി. ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നെങ്കിലും സാങ്കേതികമായ പിഴവുകൾ വലിയ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ വി. കെ. വിജയന്റെ കാലാവധി തീരുന്നതിനു മുൻപ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദം ഉയർന്നു. ഇതിനെതിരെ കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ കെ. കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ തിടുക്കത്തിൽ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നിയമന ഉത്തരവിലെ പിഴവ് തിരുത്തി സർക്കാർ 11-ന് പുതിയ വിജ്ഞാപനം ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പുനർസത്യപ്രതിജ്ഞ നടന്നത്. അതേസമയം നേരത്തെ ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ എം.യു. ഷിനിജയ്ക്ക് ഇത് ബാധകമായില്ല. ഭരണസമിതി അംഗമായിരുന്ന വി.ജി. രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. അതിനാൽ ഇവർക്ക് 2 വർഷം കാലാവധി ലഭിക്കും. നമ്മുടെ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായി, ആരെങ്കിലും ഒരാളില്ലാത്ത ദിവസം ഗുരുവായൂരുണ്ടായിട്ടില്ല. പിന്നെ നിയമപരമായി അത് ശരിയായതുകൊണ്ട് ആ 4-ാം തീയതിക്ക് ശേഷമുള്ള ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായി പറ്റൂ. അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഓർഡർ ഇറക്കുകയും ഇന്ന് സത്യപ്രതിജ്ഞയോടുകൂടി അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു.